റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ചികിത്സയിൽ ഏർപ്പെടുന്നത് സ്വയം ചിത്രീകരിച്ച് ടിക്ടോക്കിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും അപ്ലോഡ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ NHS ജീവനക്കാർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. എക്സ്റേകളും സ്കാനുകളും എടുക്കുന്ന റേഡിയോഗ്രാഫർമാർ ഈ പ്രവണത സമീപത്തുള്ള മറ്റ് രോഗികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും അവരുടെ ജോലി ഓൺലൈനിൽ ചർച്ച ചെയ്യുന്നതിലേക്ക് നയിക്കുമെന്നുമുള്ള ഭയപ്പാടിലാണ്. സ്വകാര്യതയുടെ ലംഘനം എന്നതിലുപരി ഇത് കൃത്യമായി ചെയ്യേണ്ട തങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നത്. രോഗികളും അവരുടെ കൂട്ടത്തിലുള്ളവരും അവരുടെയോ മറ്റുള്ളവരുടെയോ രോഗി പരിചരണം ചിത്രീകരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തെക്കുറിച്ച് സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സ് അതിന്റെ പരാതി പരസ്യമാക്കി പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. പലരും ഇത്തരം സംഭവങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് അനുമതി ചോദിക്കുക എന്ന സാമാന്യ മര്യാദ പോലും കാണിക്കാറില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടി. NHS ജീവനക്കാർ എന്ന നിലയിൽ തങ്ങൾ നെയിം ബാഡ്ജുകൾ ധരിക്കുന്നുണ്ടെന്നും അതിനാൽ ഏത് വീഡിയോയിലും തങ്ങളുടെ പേരുകൾ ദൃശ്യമാകും. ഇത് ആളുകൾക്ക് വളരെയധികം അസ്വസ്ഥതയും ഉത്കണ്ഠയും ഉളവാക്കുന്നു എന്ന് ലണ്ടനിലെ തെറാപ്പിറ്റിക് റേഡിയോഗ്രാഫറായ ആഷ്ലി ഡി അക്വിനോ അഭിപ്രായപ്പെട്ടു. ചിത്രീകരണത്തെയും റെക്കോർഡിംഗിനെയും കുറിച്ചുള്ള നിയമങ്ങൾ രോഗികളുടെയും ജീവനക്കാരുടെയും സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കുന്നതിനാണെന്നും അതനുസരിച്ച് അവ പാലിക്കണമെന്നുമാണ് ഈ വിഷയത്തിൽ റോയൽ കോളേജ് ഓഫ് റേഡിയോളജിസ്റ്റുകളുടെ പ്രസിഡന്റ് ഡോക്ടർ കാതറിൻ ഹാലിഡേ പറഞ്ഞത്. പിഞ്ചുകുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ നഴ്സറി ജീവനക്കാരി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി. പടിഞ്ഞാറൻ ലണ്ടനിലെ ഹൗൺസ്ലോയിൽ നിന്നുള്ള റോക്സാന ലെക്ക എന്ന 21 വയസ്സുകാരിയാണ് പ്രതി. ഇവർ 21 കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചതിനാണ് പിടിക്കപ്പെട്ടത്. ഇവർ ഒരു കൊച്ചുകുട്ടിയുടെ മുഖത്തും തോളിലും ചവിട്ടിയതായി കുറ്റപത്രത്തിൽ പറയുന്നു. ഇതുകൂടാതെ ഇവർക്കെതിരെ നിരവധി കുറ്റങ്ങളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ തെക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ ട്വിക്കൻഹാമിലെ റിവർസൈഡ് നഴ്സറിയിൽ നിരവധി കുട്ടികളെ പീഡിപ്പിച്ചതായും തെളിഞ്ഞിരുന്നു. സംഭവം കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും കടുത്ത ആഘാതമാണ് സൃഷ്ടിച്ചതെന്ന് എർവിൻ മിച്ചിൽ നിന്നുള്ള സോളിസിറ്റർ ജമാറ്റിൽ പറഞ്ഞു. മെറ്റ് പോലീസിലെ ഡിറ്റക്റ്റീവുകൾ നഴ്സറിയിൽ നിന്നുള്ള CCTV പരിശോധിച്ചിരുന്നു. അതിൽ റോക്സാന കുട്ടികളുടെ വസ്ത്രത്തിനടിയിലും കൈകളിലും കാലുകളിലും വയറ്റിലും നുള്ളുന്നതും ചൊറിയുന്നതും വ്യക്തമായി കാണാം. കുഞ്ഞുങ്ങളെ കട്ടിലിന് മുകളിലൂടെ തള്ളിയിടുകയും കരയാൻ തുടങ്ങുന്നവരുടെ വായ് കൈകൊണ്ട് പൊത്തുകയും ചെയ്യുന്നതിനുള്ള ദൃശ്യങ്ങളും പുറത്തുവന്നു. തന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ് താൻ കഞ്ചാവ് വലിക്കുകയും ഒരു ഘട്ടത്തിൽ ഒരു കുഞ്ഞിൽ നിന്ന് 1 മീറ്റർ അകലെ നിന്ന് വാപ്പിംഗ് നടത്തുകയും ചെയ്തതായി ലെക്ക പോലീസിനോട് സമ്മതിച്ചിരുന്നു. 2024 ജനുവരി മുതൽ ജൂൺ വരെ ലെക്ക റിവർസൈഡ് നഴ്സറിയിൽ ജോലി ചെയ്തിരുന്നു. ആ വർഷം മാർച്ച് മെയ് മാസങ്ങളിൽ നിരവധി മാതാപിതാക്കളാണ് തങ്ങളുടെ കുട്ടികളുടെ ശരീരത്തിൽ അസാധാരണമായ പരിക്കുകളും ചതവുകളും ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞയാഴ്ച അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്ത്. ഇതിന്റെ ഭാഗമായി കോക്പിറ്റ് വോയിസ് റെക്കോർഡിലെ പൈലറ്റുമാരുടെ അവസാന സന്ദേശങ്ങൾ വിലയിരുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ബോയിംഗ് 787 വിമാനത്തിന്റെ രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിലായിരുന്നു വോയിസ് റെക്കോർഡർ. ഞായറാഴ്ച രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് ഇതിന് സഹായകരമാകുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. വ്യാഴാഴ്ച ഉണ്ടായ അപകടത്തെ തുടർന്ന് ഒരു ബ്ലാക്ക് ബോക്സ് ദുരന്തമുണ്ടായി 28 മണിക്കൂർ കഴിഞ്ഞ ഉടനെ ലഭിച്ചിരുന്നു. ഇതിലാണ് വിമാനത്തിന്റെ ഡേറ്റ റെക്കോർഡ്സ് ഉള്ളത്. 2 ബ്ലാക്ക് ബോക്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്താണ് വിമാനാപകടത്തിന്റെ കാരണങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കുന്നത്. UK, US എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ സഹായത്തോടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ നിന്നുള്ള തെളിവുകളോ വിശദീകരണമോ ഇതുവരെ പങ്കുവച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും മോശമായ വിമാനാപകടങ്ങളിലൊന്നിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനായി എഞ്ചിൻ തകരാറിലും ചിറകുകളുടെ ഫ്ലാപ്പുകളിലും ലാൻഡിംഗ് ഗിയറിലുമുള്ള പ്രശ്നങ്ങളിലുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തുടക്കം മുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അരനൂറ്റാണ്ടായി നിലനിൽക്കുന്ന ഗർഭഛിദ്ര നിയമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കും. ഇന്ന് ഗർഭഛിദ്ര നിയമത്തിലെ ഭേദഗതി ജനപ്രതിനിധി സഭയിൽ വോട്ടിന് വരുമ്പോൾ അതിന് അനുകൂലമായി MP മാർ വോട്ട് ചെയ്തേക്കുമെന്നാണ് കരുതുന്നത്. ഭേദഗതികൾ പാസ്സായാൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗം അടിസ്ഥാനമാക്കിയോ നിലവിലെ നിയമപരിധിയായ 24 ആഴ്ചയ്ക്ക് ശേഷമോ അതല്ലെങ്കിൽ ഡോക്ടറുടെ അനുമതി ഇല്ലാതെയോ ഗർഭഛിദ്രം നടത്തിയാൽ സ്ത്രീകൾ നിയമ നടപടികൾ നേരിടേണ്ടി വരില്ല. ബില്ലിനുമേൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 24 ആഴ്ചയ്ക്കുള്ളിൽ അതും ഡോക്ടറുടെ അനുമതി പ്രകാരമാണെങ്കിൽ മാത്രമാണ് ഇംഗ്ലണ്ടിലും വെയിൽസിലും ഗർഭഛിദ്രം നിയമവിധേയമായിട്ടുള്ളത്. 24 ആഴ്ചയ്ക്ക് ശേഷം ഒരു സ്ത്രീക്ക് ഗർഭഛിദ്രം അനുവദിക്കണമെങ്കിൽ അതിന് വളരെ പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമാണുള്ളത്. അമ്മയുടെ ആരോഗ്യം അപകടത്തിലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഗുരുതരമായ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിലവിൽ 24 ആഴ്ചകൾക്ക് ശേഷം ഗർഭഛിദ്രത്തിന് അനുമതിയുള്ളൂ. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ 6 സ്ത്രീകളെയായിരുന്നു ഈ നിയമലംഘനത്തിന്റെ പേരിൽ പ്രോസിക്യൂട്ട് ചെയ്തത്. മേൽ പരാമർശിച്ച നിയമത്തിന്റെ ഉള്ളിൽ നിന്നല്ലാതെ ഗർഭഛിദ്രം നടത്തുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. പരമാവധി ജീവപര്യന്തം തടവ് വരെ ലഭിച്ചേക്കാം. എന്നാൽ ക്രൈം ആൻഡ് പോലീസിംഗ് ബില്ലിൽ ഇന്ന് പാർലമെന്റിലെത്തുന്ന ഭേദഗതി ഇതിന് ഒരു അറുതി വരുത്തും. ഈ ആഴ്ചയും ബ്രിട്ടനിൽ ചൂടുള്ള കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. വാരാന്ത്യമാകുമ്പോഴേക്കും ചിലയിടങ്ങളിൽ ഈ വർഷം ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തും. ഇക്കഴിഞ്ഞ ജൂൺ 13 ഷഫോക്കിൽ രേഖപ്പെടുത്തിയതാണ് ഈ വർഷം രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനില.
ഔദ്യോഗികമായി ഉഷ്ണതരംഗം പ്രഖ്യാപിക്കാൻ തുടർച്ചയായ 3 ദിവസങ്ങളിൽ ഒരു നിശ്ചിത താപനില തുടരേണ്ടതുണ്ട്. വടക്കൻ ഇംഗ്ലണ്ടിലും പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും ഇത് 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കിഴക്കൻ ഇംഗ്ലണ്ടിലേത് 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ വർഷം പലയിടങ്ങളിലും ഈ താപനില അനുഭവപ്പെട്ടെങ്കിലും തുടർച്ചയായ 3 ദിവസം നിലനിൽക്കാത്തതിനാൽ ഉഷ്ണതരംഗം എന്ന സാഹചര്യം പ്രഖ്യാപിച്ചില്ല. എന്നാൽ ഈ ആഴ്ച അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കിഴക്കൻ ആംഗ്ലിയ, തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലായിരിക്കും ആദ്യം കൂടിയ ചൂട് അനുഭവപ്പെടുക. ബുധനാഴ്ചയോടെ അത് മിഡ്ലാൻഡ്സിലേക്കും കിഴക്കൻ വെയിൽസിലേക്കും വടക്കൻ ഇംഗ്ലണ്ടിലേക്കും വ്യാപിക്കും. മാത്രമല്ല ഈ വാരാന്ത്യത്തിൽ ഈ വർഷം ഇതാദ്യമായി താപനില 30 ഡിഗ്രിക്ക് മുകളിലേക്ക് വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം നോർത്തേൺ അയർലൻഡിലും സ്കോട്ട്ലാൻഡിലും താപനില 20 ഡിഗ്രിയിൽ തന്നെ തുടരും. ഇനി നാട്ടിലെ വാർത്തകൾ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് 5 മാസം മാത്രം. നവംബർ 15 ഡിസംബർ 15 ഇടയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വാർഡ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. ഈ മാസാവസാനത്തോടെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ വിഭജനവും പൂർത്തിയാകും. തുടർന്ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്നതുവരെ നിലവിലെ ഭരണസമിതിക്ക് കാലാവധിയുണ്ടെങ്കിലും പഞ്ചായത്തുകളിൽ അവസാനത്തെ ഗ്രാമസഭയും ഗുണഭോക്തൃ ലിസ്റ്റ് രൂപീകരണവും നടന്നുവരികയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതുവരെ പ്രോജക്ടുകളും കരാറുകളും മറ്റും സമർപ്പിക്കാമെങ്കിലും ത്രിതല പഞ്ചായത്ത് നഗരസഭകൾ ഭരണത്തിന്റെ അവസാനവട്ടം തകൃതിയായി നടക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ മുന്നണികളും പാർട്ടികളും ആരംഭിച്ചിരിക്കുന്നു. ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലും മഴ തുടർന്നതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ 4 മണിയോടെ ജില്ലാ കളക്ടർ അടിയന്തര അവധി ഉത്തരവിട്ടത്. സ്കൂളുകൾ, കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, അങ്കണവാടികൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയെല്ലാം ഈ അവധിക്ക് കീഴിലാണ്. അതേസമയം നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന സർവകലാശാല, പ്രൊഫഷണൽ, മറ്റ് വകുപ്പുകൾ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ സാധാരണയായി തന്നെ നടത്തപ്പെടുമെന്നും പരീക്ഷാ സമയങ്ങൾ മാറ്റമില്ല എന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ജൂൺ മാസത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ 20-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KL ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കൾ. പ്രതിമാസം 1600 രൂപയാണ് പെൻഷനായി ലഭിക്കുക. രണ്ടാം പിണറായി സർക്കാരിന്റെ 4 വർഷ കാലയളവിൽ 38,500 കോടി രൂപയോളമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ ചിലവഴിച്ചത്. 2016-21 LDF സർക്കാരിന്റെ കാലത്ത് UDF ഭരണകാലത്തെ 18 മാസത്തെ കുടിശ്ശികയുൾപ്പെടെ 35,154 കോടി രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തു. 9 വർഷം കൊണ്ട് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് 73,654 കോടി രൂപയാണ്. 2011-16 UDF സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷനായി ആകെ നൽകിയ തുക 90,011 കോടി രൂപയും. കേന്ദ്ര സർക്കാർ കേരളത്തിന് മേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമ കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. ICC 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് സെപ്റ്റംബർ 30 ബംഗളൂരു M. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തുടങ്ങും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ഒക്ടോബർ 29-30 ദിവസങ്ങളിൽ സെമി ഫൈനലും നവംബർ 2 കിരീടാവകാശിയെ നിർണ്ണയിക്കുന്ന ഫൈനൽ മത്സരവും നടക്കും. 8 ടീമുകൾ പങ്കെടുക്കുന്ന കിരീട പോരാട്ടത്തിൽ 31-ാം മത്സരത്തിൽ ആര് കപ്പുയർത്തുമെന്നാണ് ഇപ്പോൾ കാണികൾ ഉറ്റുനോക്കുന്നത്. ഫിഫ ക്ലബ് ലോകകപ്പിൽ സ്പാനിഷ് ക്ലബ് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ തകർപ്പൻ വിജയമാണ് ഫ്രഞ്ച് വമ്പന്മാർ പാരീസ് സെയിന്റ് ജെർമെൻ സ്വന്തമാക്കിയത്. കാലിഫോർണിയയിലെ റോസ്റ്റ് ബൗൾ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് PSG സ്പാനിഷ് ടീമിനെ തകർത്തുവിട്ടത്. മത്സരത്തിൽ നേടിയ 4 ഗോളുകളോടെ ഈ വർഷം യൂറോപ്യൻ ടോപ്പ് 5 ലീഗുകളിൽ കളിക്കുന്ന ക്ലബ്ബുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ടീമായി മാറാനും പാരീസിന് സാധിച്ചു. ഇതുവരെ 103 ഗോളുകളാണ് PSG എതിരാളികളുടെ പോസ്റ്റിലേക്ക് അടിച്ചുകൂട്ടിയത്. 102 ഗോളുകൾ സ്വന്തമാക്കിയ സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയെ മറികടന്നാണ് പാരീസിന്റെ മുന്നേറ്റം. 116.78 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.